സമർപ്പിച്ചു കൊടുക്കാം. 15-ാം സങ്കീർത്തനമാണല്ലോ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ നൽകി തന്നത്. ഈ സങ്കീർത്തന വേദഭാഗം വളരെ ഗണിക്കപ്പെട്ട സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യങ്ങൾ താഴോട്ട് വായിക്കുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് ചരിത്ര പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നു. സ്തോത്രം. അവിടെ വായിക്കുമ്പോൾ നമുക്കറിയാം, അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ദാവീദ് യഹോവയുടെ പെട്ടകത്തെ ഓബേദോമിന്റെ ഭവനത്തിൽ നിന്നും കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം അഭിനാദാബിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന അഭിനാദാബിന്റെ ഭവനത്തിൽ നിന്നും കൊണ്ടുവരുന്ന സമയത്ത് തനെന്താ ചെയ്തറിയാമോ? 30,000 ബിരുദന്മാരെയാ കൊണ്ടുവന്നത്. ബിരുദന്മാരെ കൊണ്ടാണ് ഇരിക്കാൻ നോക്കണം. ബിരുദന്മാരൊക്കെ വേണം, അങ്ങനെ മാത്രമേ സഭയൊക്കെ പണിയപ്പെടുന്നുള്ളൂ. ഈ യഹോവയുടെ പെട്ടകെട്ടുകണമെങ്കിൽ ബിരുദന്മാർ വേണം. കണ്ടോ, താൻ നല്ല ആത്മനിറവോടെ ദൈവദാസനാണ്, ആത്മീയ കാഴ്ചപ്പാടുള്ള ദൈവദാസനാണ്. ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭക്തനാണ്. പക്ഷെ അദ്ദേഹം ആദ്യം ചെയ്യുന്ന പ്രവർത്തികളായി ആ ബിരുദന്മാരെയാണ് കൂട്ടിവരുത്തിയത്. അദ്ദേഹം വിചാരിച്ചിട്ട് കഴിവും ബിരുദവും കയ്യാങ്കളിയും ഒക്കെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് വല്ല തടസ്സവും ഉണ്ടായാൽ നമുക്ക് യുവന്മാരെ കൊണ്ടൊരു പണി കൊടുക്കണം. ബുദ്ധി ആത്മാവിൽ തുടങ്ങി അവന്റെ ജീവിതമെങ്കിൽ, ആത്മാവിൽ തുടങ്ങി അവന്റെ ശുശ്രൂഷയെങ്കിൽ, അവൻ വഴിമധ്യത്തിൽ വെച്ച് അവന്റെ ശുശ്രൂഷ മാറി അവൻ അത് ബുദ്ധിയിലായിത്തീരുന്നു. ഇന്ന് അനേക ബന്ധക്കോസ്തവത്തില് അനേക ഉന്നതന്മാരിടയിൽ സംഭവിക്കുന്ന ഒരു പോരായ്മയാണ് നമ്മൾ കാണുന്നത്. ശ്രേഷ്ഠന്മാരായ ദേവപുരുഷന്മാരൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, അവരുടെ ആരംഭം എത്ര ശൂര്യമായിരുന്നു, എത്ര വീര്യമായിരുന്നു. കഷ്ടലിന്റെ നീച്ചോടിലൊക്കെ കടന്നുപോയ സമയത്തും വീറോടെ പിടിച്ചു നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി എരിവോടെ നിന്നവർ ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് സങ്കടം. അപ്പോൾ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നാം, അവരായിരുന്നു ഇവര്? ആ പറയപ്പെടുന്ന ആൾക്കാർ തന്നെയാണോ ഇവരെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആരംഭം എപ്പോഴും സൂര്യമല്ലെങ്കിലും അവസാനം ഏറ്റവും അനുഗ്രഹമായിരിക്കും. ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലതായി ആത്മാവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഭക്തനായ ദാവീദിനെ പറ്റിപ്പോയത് ആരംഭം വളരെ അനുഗ്രഹമായിരുന്നു. കാട്ടിൽ കിടന്ന ദാവീദിനെ വീട്ടിൽ വിളിച്ചു വരുത്തി വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആ പ്രവാചകൻ തന്നെ അഭിഷേകം ചെയ്തു. ആരംഭം പ്രതീക്ഷിക്കുന്നതിലുപരിയായി താൻ മനസ്സിൽ കണക്ക് കൂട്ടിയതിന് അപ്പുറമായി താൻ വിചാരിച്ചു താൻ എല്ലാവരും തള്ളപ്പെട്ടവനാണെന്നും യാതൊരു വിദ്യാഭ്യാസമില്ലാത്തവനാണോ ആരോഗ്യപരമായിട്ടും മാറ്റപ്പെട്ടവനാണെന്ന് കരുതി കാട്ടിൽ അപ്പന്റെ ആടുകളെ മേയിച്ചു നടന്ന സ്ഥാനത്ത് നിന്നും സ്വർഗത്തിലെ ദൈവത്തിന് അവനെ മാനിക്കണമെന്ന് തോന്നിയപ്പോൾ അവനെ വീട്ടിൽ വിളിച്ചു വരുത്തി അവൻ ശ്രേഷ്ഠന്മാരെന്ന് പറയുന്ന ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ വെച്ച് അവനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠന്മാരുടെ മുമ്പ് ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കി ഞാൻ നിന്നെ മാനിക്കും. അപ്പനും അമ്മയും ചേട്ടനൊക്കെ ശത്രുക്കാണോ? അല്ല, പിന്നെ എന്താ ശത്രു ചെയ്യുന്നത് അറിയാമോ? ദുഷ്ടൻ പറഞ്ഞു, എടാ ദാവീദേ, നീ എത്ര വേണമെങ്കിൽ ഈ കാട്ടിൽ നിന്ന് പാടിക്കോ, നീ എത്ര വേണമെങ്കിൽ ദൈവത്തെ ആരാധിച്ചോ, നിന്നെ ഒരു പടി ഞാൻ ഉയർത്തത്തില്ല, ഒരു പടി കയറാൻ നിന്നെ സമ്മതിക്കത്തില്ല. നീ എന്നും കാട്ടിൽ തന്നെ, നീ എന്നും അപ്പന്റെ ആടുകൾ മേയിച്ചുകൊണ്ട് ഈ നിലവാരത്തിൽ നീ മുൻപോട്ട് പോയാൽ മതി. നിന്റെ ജീവിതത്തിൽ ഒരു വളർച്ച കാണുമോ എന്ന്, ഒരു ഉയർച്ച കാണുമോ എന്ന് നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. വാതുവെച്ച സ്ഥാനത്ത് സ്വർഗത്തിൽ ദൈവം
ശത്രു കാണുകയാണ് അവൻ വിരുദ്ധൊരുക്കിയത്. നമ്മളെ അറിയാൻ ആരുമില്ല, നമ്മളെ കാണാൻ ആരുമില്ല, നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്റെ ബന്ധുക്കാരും ചർച്ചക്കാരും ഇവിടെ അടുത്ത് ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ടവനാണ്. എന്റെ ജീവിതം എങ്ങനെയായിപ്പോലും ആരോടും പറയണ്ട എന്ന് പറയാൻ നമ്മൾ സ്വയം സഹിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിപരമായിട്ടൊക്കെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിഷമം വരാറില്ലേ? ഞാനും ഇങ്ങനെയായി പോയത് എന്നെ സഹായിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ, എന്നെ വിടുവിപ്പാൻ ആരാ ഉള്ള കർത്താവെന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ വ്യാകുലപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. കുഞ്ഞെ ക്രിസ്തുവിൽ സന്തോഷത്തോടെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലെ വിശ്വസ്തത നീ പുലർത്തിക്കൊണ്ടേയിരുന്നോണം. വിശ്വസ്തത അതിന് സമയമാകുമ്പോൾ അത് ഭൂമിയിൽ നിന്ന് മുളക്കും. ഇല്ല, ഒരു വിത്ത് നമ്മൾ കൊണ്ടുപോയി കുഴിച്ച് എന്നിട്ട് മൂടി അതെല്ലാം വളർന്ന് കാത്തിരിക്കും. കുറെ കഴിയുമ്പോൾ രാത്രി തുമ്പത് കണ്ടാൽ മതി. വീട്ടിലെ മസിന്റെ സന്തോഷം എന്താ? എനിക്ക് കേട്ടോ, ഞാൻ പിന്നെ അത് പോകുന്നു, ഞാനത് വളമൊക്കെ ഇട്ട് കൊടുത്തതാ. ഇട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ വിശ്വസ്തത നിന്നിൽ നിന്ന് ഒരിക്കലും മുളക്കും. നീ അതിനുവേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക, നീ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നീ അതിനുവേണ്ടി ഇടിവ് കിടന്നുകൊണ്ടിരിക്കുക. നീ വിചാരിക്കട്ടെ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, എന്റെ വിഷയത്തിന് മറുപടി ഇല്ലയോ, ഞാൻ ഈ കാണിക്കുന്നതൊക്കെ വൃഥാവാണോ, ദൈവം നീ എന്നെ കാണുന്നില്ലേ, അറിയുന്നില്ലേ, നീ എന്നെ മറന്നു കളഞ്ഞോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും. പക്ഷെ സ്വർഗത്തിൽ ദൈവം പറയുന്നതില്ല, വിശ്വസ്തത മുടക്കുന്ന സമയമായി വരുന്നു. ധൈര്യത്തോടെ നമ്മൾ ദൈവത്തിലായിരിക്കണം കേട്ടോ. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഭക്തനായ ദാവീദിന്റെ തുടക്കം ഇത്. ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി എന്നുള്ളതാണ്. ഭക്തന്മാർ ഇങ്ങനെയും കാണിക്കും. 30,000 വരുന്ന ബിരുദന്മാരുമായിട്ട് വന്ന് ഒരു പുതിയ കാളവണ്ടി ഉണ്ടാക്കി ഓവിടെ പെട്ടകത്തി അതിനകത്തെടുത്ത് വെച്ച് സ്തോത്രം വിടുവിടുക്കന്മാര് തപ്പുകൊട്ടി ആരാഴ്ച വന്ന് പോകുന്നത് പോലെ ആരാഴ്ചയോട് മുൻപോട്ട് പോവുക. എങ്ങനെയെങ്കിലും ആരാഴ്ച പറ്റത്തില്ല. ആരാഴ്ചയോടല്ലേ പോയത്? പക്ഷെ സ്വർഗത്തിലൊരു കാര്യമുണ്ട്, സ്വർഗങ്ങളെ എങ്ങനെയെങ്കിലും ആരാധിക്കരുത്, എങ്ങനെയെങ്കിലും കൂട്ടായ്മ കൂടരുത്. നമുക്കൊരു വ്യവസ്ഥയുണ്ട്. ആ സമയത്തോടെ വിരുദ്ധന്മാരുമായി കൂട്ടിവരുത്തി കെരൂബുകളുടെ മേൽ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്താൽ ദൈവത്തിന്റെ പെട്ടകം. ദൈവത്തെ കുറിച്ചൊരു വലിയ അറിവ് അവനുണ്ട്. കെരൂബുകളുടെ മധ്യ വസിക്കുന്ന ഓവിടെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം. ഈ പെട്ടകമാണ് കൊണ്ടുവരേണ്ടതിന് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ദൈവത്തിന് നീ പുതിയ വണ്ടി കൊടുത്തെന്നോ ബിരുദന്മാരെ കൊണ്ടുവന്നോ ആളെ കൂട്ടിയെന്നോ ഒന്നും ദൈവത്തിന്റെ വിഷയമല്ല. ദൈവത്തിന്റെ വിഷയം എന്ന് പറയുന്നത് നീ വ്യവസ്ഥയെ ആരാധിക്കണം. ആര് തെളിച്ചെന്നുള്ളതല്ല, ആരതിനെ കൊണ്ടുപോയെന്നുള്ളതല്ല, ആര് കാര്യങ്ങളെ ക്രമീകരിച്ചു എന്നുള്ളതല്ല. ദൈവാത്മാ പറയുന്നത് അതിനെ കൊണ്ടുപോകുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട്. നിന്റെ ആരാധനയ്ക്കൊരു വ്യവസ്ഥയുണ്ട്, നിന്റെ ആത്മീയ കാര്യങ്ങൾക്കൊരു വ്യവസ്ഥയുണ്ട്. ചില ആൾക്കാരെ വളരെ ഭക്തിയോടെ നമ്മൾ ആരാധിക്കാൻ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ജീവിതം തകർന്നതായിരിക്കും. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വീട്ടിൽ അടിയുമായിട്ട് തരണ്ടാവില്ല. നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കഥാനാഥം പാട്ട് പാടുമ്പോൾ ഞാൻ മനസ്സിലാക്കി ലഭിച്ചോരെല്ലാം